ഇന്ന് 7ാം ക്ലാസ്സിലുള്ള അവൽ എന്ന കൊച്ചു ഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നത്. മേഘാലയത്തിൻ്റെ തലസ്ഥാനമായ ഷിലാങ്ങിൽ നിന്ന് 90 കിലോമീറ്റർ ദൂരെ ഭാരത് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് മാവ്ലിംഗ്നോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമത്തിനുള്ള അവാർഡ് ഈ ഗ്രാമത്തിന് കിട്ടിയത്. ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് മിനി സ്വിറ്റ്സർലൻഡ് ആണോ എന്ന്. കുറേ ആളുകൾ ഈ ഗ്രാമത്തെ ഈശ്വരൻ്റെ തോട്ടമായി കരുതുന്നു. പക്ഷേ തുടക്കത്തിൽ ഈ ഗ്രാമം ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. 25 വർഷങ്ങൾക്ക് മുന്ന് ഈ ഗ്രാമത്തിൽ മഹാമാരി പരക്കുകയായിരുന്നു. കൂടുതൽ ഈ രോഗങ്ങൾ കുട്ടികളെയാണ് ബാധിച്ചിരുന്നത്. ഓരോ വർഷം കുറേ കുട്ടികൾ മരിക്കുമായിരുന്നു. ഇത് തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന റിഷോദ് ഗോങ്ദോരം എന്ന അധ്യാപകൻ വൃത്തിയെയും ഒപ്പം പഠിപ്പിനെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. വിദ്യാഭ്യാസത്തിനും വൃത്തിക്കും വേണ്ടി അദ്ദേഹം ഒരു സമിതി തന്നെ രൂപീകരിച്ചു. സമിതിയിൽ ജനങ്ങളോട് മൃഗങ്ങളെ കെട്ടിയിട്ട് വളർത്തുവാൻ പറഞ്ഞു. വീട്ടിൽ കക്കൂസും കുളിമുറിയും കെട്ടാനും പറഞ്ഞു. അവിടെയുള്ള ആളുകൾ അത് പെട്ടെന്ന് തന്നെ ചെയ്തു. വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഒക്കെ ഓരോ ബോക്സിൽ ശേഖരിച്ച് അതെല്ലാം ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച് വീണ്ടും അതിനെ ഒരു കമ്പോസ്റ്റാക്കി മാറ്റി കൃഷിയുടെ ആവശ്യങ്ങൾക്കായി അവരുപയോഗിക്കാൻ തുടങ്ങി. കുറച്ചു വർഷം കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ട് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാവ്ലിംഗിലെ മുഴുവൻ ജനങ്ങളും സാക്ഷരത കൈവരിച്ചവരാണ്. എല്ലാവരും വിദ്യാസമ്പന്നരാണ്. എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് നന്നായി അറിയാം. ഹിന്ദി കുറച്ചു മാത്രമേ അറിയുകയുള്ളൂ. ഗ്രാമത്തിലെ എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിർത്തലാക്കി. പുകവലിയും മദ്യപാനവും നിരോധിച്ചു. അല്ലാതെയുള്ളവർക്ക് കഠിന ശിക്ഷ തന്നെ നൽകി വന്നു. ശരാശരി 600ഓളം ആളുകൾ മാത്രം താമസിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ എല്ലാവരും വൃത്തിയുള്ള ഒരു ഗ്രാമത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെയുള്ള ഓരോ ജനങ്ങളും കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ആ ഗ്രാമത്തെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ വീടുകളിലും കക്കൂസുകളും കുളിമുറിയും ഉണ്ട്. ഇവിടെയുള്ള ആളുകൾ തങ്ങളുടെ വീട് മാത്രമല്ല പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മുള കൊണ്ടുള്ള കൂടകളാണ് അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത്. വീട്ടിലുള്ള എല്ലാവരും വൃത്തിയാക്കുന്നതിൽ പങ്കെടുത്തിരിക്കണം എന്നാണ് അവരുടെ നിയമം. അതിൽ പങ്കെടുക്കാത്തവർക്ക് അന്ന് വീട്ടിൽ നിന്നും ഭക്ഷണം ലഭിക്കുകയില്ല. മാവ്ലിംഗ് ഗ്രാമത്തിൽ മുള കൊണ്ടുള്ള 75 ഫീറ്റ് ഉയരത്തിലുള്ള വ്യൂ ടവർ ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ബംഗ്ലാദേശ് മുഴുവൻ കാണാൻ സാധിക്കും. ഇവിടെയുള്ള നദിയിലൂടെ ബോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണോ എന്നാണ്. അത്രയും വൃത്തിയാണ് ആ വെള്ളത്തിനുള്ളത്. കുടിക്കുന്ന വെള്ളം തൊട്ട്, ശ്വസിക്കുന്ന വായു തൊട്ട്, കഴിക്കുന്ന ഭക്ഷണം തൊട്ട്, ഇടുന്ന വസ്ത്രം തൊട്ട് എല്ലാം തന്നെ ആ ഗ്രാമത്തിലുള്ളവർ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. തങ്ങളുടെ വീട് മാത്രമല്ല, പരിസരത്ത് എന്തെങ്കിലും വൃത്തികേടുകൾ കാണുകയാണെങ്കിൽ അവർ ഉടനെ തന്നെ അത് വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം ഒരു രോഗം എത്രമാത്രം ജനങ്ങളെ ജീവനെ കവർന്നെടുത്തു എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ആ ഗ്രാമം ഇന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ 2003 ഈ ഗ്രാമത്തിന് അവാർഡും ലഭിക്കുകയുണ്ടായി.